ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീൽ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു തോൽവിയാണ് ഇന്ന് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ അർജന്റീനയോട് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. 1-4 ഗോളുകൾക്കാണ് അർജന്റീന സ്വന്തം തട്ടകത്തിൽ വെച്ചുകൊണ്ട് ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഗോളുകൾ നേടിക്കൊണ്ട് അർജന്റീന ഈ ഒരു മത്സരം വരുതിയിലാക്കിയിരുന്നു. ടീം ഒന്നടങ്കം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. എൻസോ ഫെർണാണ്ടസ് ഒരു ഗോളും ഒരു അസിസ്റ്റും നേടി. ഹൂലിയൻ ആൽവരസ് ഗോൾ നേടിയിട്ടുണ്ട്. അലക്സിസ് മാക്കാലിസ്റ്റർ, ജൂലിയാനോ സിമിയോണി എന്നിവരൊക്കെ ഗോളുകൾ നേടിയിട്ടുണ്ട്. മെസ്സിയുടെ അഭാവത്തിലും ഇത്തരത്തിലുള്ള ഒരു ഗംഭീര വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് അർജന്റീന ടീമിന്റെ ആ ഒരു മികവ് എടുത്തു കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. ബ്രസീൽ ആവട്ടെ വളരെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഒരാൾ പോലും മത്സരത്തിൽ ടീമിനോട് കമ്മിറ്റ്മെന്റ് കാണിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഈ മത്സരത്തിന് മുന്നേ തന്നെ ഒരുപാട് വാക്ക് തർക്കങ്ങൾ മുറുകിയിരുന്നു. ബ്രസീലിയൻ താരങ്ങൾ പലരും വെല്ലുവിളിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും പ്രധാനപ്പെട്ട താരം റാഫീഞ്ഞയാണ്. അർജന്റീനക്കെതിരെ ഗോൾ അടിക്കും, അവരെ പരാജയപ്പെടുത്തും എന്നൊക്കെയായിരുന്നു റാഫീഞ്ഞ പറഞ്ഞിരുന്നത്. റാഫീഞ്ഞ ഗോൾ അടിച്ചിട്ടില്ല, വലിയൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാത്യൂസ് കുഞ്ഞ പറഞ്ഞിരുന്നത് ബ്രസീൽ ആരാണ് എന്നുള്ളത് അർജന്റീനക്ക് കാണിച്ചു നൽകണം, താൻ എപ്പോഴും അർജന്റീനക്കെതിരെ മികച്ച രൂപത്തിൽ കളിക്കാറുണ്ട് എന്നൊക്കെയായിരുന്നു കുഞ്ഞ പറഞ്ഞിരുന്നത്. കുഞ്ഞ ശരിയാണ്, ഈ ഒരു മത്സരത്തിൽ ഗോൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് റൊമേറോയുടെ ഒരു പിഴവിൽ നിന്നായിരുന്നു. പക്ഷേ ബ്രസീലിന്റെ നിരയിൽ ഒരൽപ്പമെങ്കിലും കമ്മിറ്റ്മെന്റ് കാണിച്ചത് മാത്യൂസ് കുഞ്ഞയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മാർക്കിഞ്ഞോസ് പറഞ്ഞിരുന്നത് മറ്റൊരു രൂപത്തിലായിരുന്നു. അതായത് ഈ മത്സരം ഞങ്ങൾക്ക് വിജയിക്കാനുള്ളതാണ്, വിജയിക്കാൻ വേണ്ടിയാണ് ഈ മത്സരത്തിലേക്ക് ഇറങ്ങുന്നത്, അർജന്റീനക്കെതിരെ വിജയിക്കാതിരിക്കുന്നത് എപ്പോഴും ശീലമാക്കാൻ ഉദ്ദേശമില്ല എന്നൊക്കെയായിരുന്നു മാർക്കിഞ്ഞോസ് പറഞ്ഞിരുന്നത്. അതേസമയം റോഡ്രിഗോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. ഈ മത്സരത്തിൽ വിജയിക്കാൻ തങ്ങൾക്ക് കഴിയും, അർജന്റീനയെ തോൽപ്പിക്കാൻ കഴിയും, ഈ ബ്രസീൽ ടീമിൽ താൻ വളരെയധികം വിശ്വസിക്കുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ ഒട്ടുമിക്ക ബ്രസീൽ താരങ്ങളും വളരെയധികം കോൺഫിഡൻസിലായിരുന്നു. റാഫീഞ്ഞ ഉൾപ്പെടെയുള്ളവർ വെല്ലുവിളി നടത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അർജന്റീന ആരാധകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഒരു ടീമും വെച്ചാണോ നിങ്ങൾ വെല്ലുവിളി നടത്തിയത്? കാരണം മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ പോലും അർജന്റീനക്ക് വെല്ലുവിളി ഉയർത്താൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. അർജന്റീനയുടെ മധ്യനിര മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ബ്രസീലിന്റെ മധ്യനിര ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഡിഫൻസ് ആവട്ടെ വളരെ മോശമായിരുന്നു, ഗോൾ കീപ്പർ അതിനേക്കാൾ മോശമായിരുന്നു. മുന്നേറ്റ നിരയിൽ വിനീഷ്യസ് ഒക്കെ എന്താണ് കാണിച്ചത് എന്നുള്ളത് ആർക്കും അറിയില്ല. ഒരുപാട് തവണ വിനീഷ്യസിന്റെ കയ്യിൽ നിന്നും പന്ത് നഷ്ടമാവുന്നത് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ സമ്പൂർണ്ണ ദുരന്തമായി മാറുകയാണ് ബ്രസീൽ ഈ മത്സരത്തിൽ ചെയ്തിട്ടുള്ളത്. ഒരു പോസിറ്റീവ് പോലും ബ്രസീലിന് ഈ മത്സരത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മറ്റു ആരാധകരും അർജന്റീൻ ആരാധകരും ഒക്കെ ബ്രസീലിയൻ താരങ്ങളോട് ചോദിക്കുന്നത്, ഈ ടീമും വെച്ചാണോ അല്ലെങ്കിൽ ഈ ഡിഫൻസും വെച്ചാണോ നിങ്ങൾ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ വെല്ലുവിളിച്ചിട്ടുള്ളത്? ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.